പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും സജീവമാവില്ല എന്ന് പറയുന്നത് അല്ല, അതിൻ്റെ ആവശ്യമില്ല. കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ. എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ, കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറിയിരിക്കും. സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്കോ വരുന്നില്ല തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 20-ൽ 18 സീറ്റ് കിട്ടുകയും 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറയും? ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയാണ്. അപ്പം അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്. അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് ലോക്സഭാ സീറ്റാണ് മറ്റു ലീഗ് ഉൾപ്പെടെ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് കേരളത്തിനെ പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഒരു ഇലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അതാണെങ്കിലും രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോയില്ല. കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ്. ഇപ്പം രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായെന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഈ തൃശ്ശൂരിലെ തോൽവിക്ക് കാരണം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട? ഈ കത്തോലിക്ക സഭ വോട്ട് മറിച്ചോ? അങ്ങനെ വോട്ട് മറച്ചതല്ല, അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി. വോട്ട് മറയ്ക്കലല്ല. വോട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറയ്ക്കൽ എന്ന് പറയുന്നത്. ഇതല്ല, അവരുടെ നിലപാട് BJPക്ക് അനുകൂലമായിരുന്നു. തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി. പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പത്മജ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു തന്റെ പിന്നിൽ നിന്ന് കുത്തി കോൺഗ്രസുകാർ തന്നെയാണ്. അത്തരത്തിലുള്ള അനുഭവമാണ് താങ്കൾക്ക് ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ? ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല. അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നുള്ള എൻ്റെ അർത്ഥം. മുരളീധരനെ പോലെ ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണ്ടേ? അതുകൊണ്ടൊന്നും അല്ല തോറ്റ്. ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാരണം. TN പ്രതാപന് ഇപ്പോൾ തോൽവിയിൽ പങ്കുണ്ടോ? TN പ്രതാപനെതിരെ ആരോപണം ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പരാതി ഇട്ട് പറയൂല. എൻ്റെ അഭിപ്രായം, ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും. തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും. അത് സംഘടനയ്ക്ക് നല്ലതല്ല. മാത്രമല്ല, അന്വേഷണം നടത്തിയോണ്ട് ഒരു കാര്യമില്ല. പല അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്.